മംഗളൂരുവിൽ VHP പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കർണാടകയെ തന്നെ നടുക്കിയ കൊലപാതക കേസിൽ 4 പോലീസ് സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. Beautiful and excellent quality furnitures are giving pride to every home. Tamam Furniture World, most popular furniture brand in Kerala and Karnataka. Tamam Furniture World, Uppala, Bandiyod, Udyavar, now at Mangalore. മംഗളൂരു ബജ്പൈ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിന്നിപ്പദവ് ജംഗ്ഷനിൽ നടു റോഡിൽ വ്യാഴാഴ്ച രാത്രി ബജറംഗ് ദൾ പ്രവർത്തകൻ സുഹാസ് ഷെട്ടിയെ വാഹനമിടിപ്പിച്ച് തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 8 പേർ അറസ്റ്റിൽ. മംഗളൂരു ബജ്പെ ശാന്തിഗുഡയിലെ അബ്ദുൽ സഫ്വാൻ, നിയാസ്, മുഹമ്മദ് മുസമിർ, കുർസുഗുഡയിലെ കലന്ദർ ഷാഫി, മംഗളാപേട്ടയിലെ ആദിൽ മെഹ്റൂഫ്, ചിಕ್ಕಮಗಳೂರು മാവിനക്കര കോട്ടെഹൊളയിലെ എം നാഗരാജ്, തോക്കൂർ ജോക്കട്ടയിലെ മുഹമ്മദ് റിസ്വാൻ, രഞ്ജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. അറസ്റ്റിലായ ആദിൽ മെഹ്റൂഫ് 2022 കൊല്ലപ്പെട്ട ഫാസിലിൻ്റെ സഹോദരനാണ്. മംഗലാപുരം സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ വാർത്താസമ്മേളനം നടത്തിയാണ് അറസ്റ്റ് വിവരം അറിയിച്ചത്. ഒന്നാം പ്രതിയായ അബ്ദുൽ സഫ്വാനാണ് കൊലപാതകം ആസൂത്രണം നടത്തിയതെന്ന് പോലീസ് വെളിപ്പെടുത്തി. 2023 സുഹാസ് ഷെട്ടിയുടെ സുഹൃത്തുക്കളായ പ്രശാന്തും ധനരാജും ചേർന്ന് അബ്ദുൽ സഫ്വാനെ ആക്രമിച്ചിരുന്നു. അന്ന് തിരിച്ചുള്ള ആക്രമണത്തിൽ നിന്നും പ്രശാന്തിനെയും ധനരാജിനെയും സംരക്ഷിച്ചത് സുഹാസ് ഷെട്ടിയായിരുന്നു. ഇതിൽ അബ്ദുൽ സഫ്വാന് സുഹാസ് ഷെട്ടിയോട് കടുത്ത വൈരാഗ്യമുണ്ടായിരുന്നു. സഹോദരനെ കൊലപ്പെടുത്തിയതിൽ ആദിൽ മെഹ്റൂഫും സുഹാസ് ഷെട്ടിയോടുള്ള വൈരാഗ്യത്തിലായിരുന്നു. ഇവർ സുഹാസിനെ കൊലപ്പെടുത്തുവാൻ ഗൂഢാലോചന നടത്തുകയും ഇതിനായി ഒരു ടീമിനെ നിയോഗിക്കുകയും ചെയ്തു. കൃത്യത്തിനായി ആദിൽ മെഹ്റൂഫ് 5 ലക്ഷം രൂപ മുടക്കുവാൻ തയ്യാറാവുകയും 3 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയതായും പറയുന്നു. നിയാസ്, മുഹമ്മദ് മുസമിർ, കലന്ദർ ഷാഫി, രഞ്ജിത്ത്, നാഗരാജ്, മുഹമ്മദ് റിസാൻ എന്നിവരുൾപ്പെട്ട സംഘം സുഹാസിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയും കിന്നിപ്പദവ് ജംഗ്ഷനിൽ വെച്ച് കൊലപാതകം നടത്തുകയുമായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത്. 6 പേരാണ് കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ನಿನ್ನೆ ರಾತ್ರಿ ನಾವು ಈ ಕೇಸ್ ಸಂಬಂಧಪಟ್ಟ 8 ಜನಕ್ಕೆ ದಸ್ತಗಿರಿ ಮಾಡಿದ್ದೀವಿ. ಈ ಕೇಸಲ್ಲಿ ಮೊದಲೇ ಆರೋಪಿ ಅಬ್ದುಲ್ ಸಫ್ವಾನ್, ಇವರು ಮುಖ್ಯವಾಗಿ ಶಾಂತಿಗುಡ್ಡೆ ವಿಲೇಜಿಂದ. ಅಬ್ದುಲ್ ಸಫಾನ್ ಮೇಲೆ 2023 ಒಂದು ಮರಣಾಂತಿಕ ಹಲ್ಲೆ ಆಗ್ತದೆ. ಆವಾಗ ಧನರಾಜ್ ಮತ್ತು ಪುನೀತ್ ಮತ್ತು ಪ್ರಶಾಂತ್ ಅಂಥವರು ಹಲ್ಲೆ ಮಾಡಿ ಅವ್ರಿಗೆ ಗಾಯ ಮಾಡ್ತಾರೆ. ಸೊ ಸೂರತ್ಕಲ್ಲಲ್ಲಿ 2023 ಒಂದು ಕೇಸ್ ದಾಖಲಾಗ್ತದೆ. ಪ್ರಶಾಂತ್ ಮತ್ತು ಧನರಾಜ್ ಇವರು ಸುಹಾಸ್ ಶೆಟ್ಟಿದು ಸ್ನೇಹಿತರುಗಳು. ಸೊ ನಂತರ ಇವರು ಎಲ್ಲ ಜೈಲಿಗೆ ಹೋಗ್ತಾರೆ. ಆದ ನಂತರ ಕೆಲವು ಕಾರಣದಿಂದ ಸಫ್ವಾನ್ ಅಂದ್ಕೊಂಡಿದ್ದು ದಟ್ ಸುಹಾಸ್ ಶೆಟ್ಟಿಯ ಒಂದು ದಿವಸ ಅವರಿಗೆ ಕೊಲೆ ಮಾಡ್ತಾನೆ ಅಂತ. ಸೊ ಈ ವಿಷಯ ಅವರು ತಮ್ಮ ಸ್ನೇಹಿತರು ಮುಜಾಮಿಲ್ ಜೊತೆಗೆ ಚರ್ಚೆ ಮಾಡ್ತಾನೆ ಮತ್ತು ನಿಯಾಜ್ ಜೊತೆಗೆ ಚರ್ಚೆ ಮಾಡ್ತಾನೆ. ಈ ಮುಜಾಮಿಲ್ ಮತ್ತು ನಿಯಾಜ್ ಕೂಡ ಸ್ಥಳೀಯ ನಿವಾಸಿಗಳು. ಸೊ ಇವರು ಚರ್ಚೆ ಮಾಡುವಾಗ ಒಬ್ಬ ಅವರು ನೋನ್ ಮಂದಿ ಮುಖಾಂತರ ಒಬ್ಬ ಆದಿಲ್ ಮೆಹ್ರೂಫ್ಗೆ ಭೇಟಿ ಮಾಡ್ತಾರೆ. ಆದಿಲ್ ಮೆಹ್ರೂಫ್ ಇಸ್ ಯಂಗರ್ ಬ್ರದರ್ ಆಫ್ ಫಾಜಿಲ್. ಅವ್ರದ್ದು 2022 ಕೊಲೆ ಆಗಿತ್ತು. ಸೊ ಕೊಲೆ ಮುಖ್ಯ ಆರೋಪಿ ಸುಹಾಸ್ ಶೆಟ್ಟಿ. ಸುಹಾಸ್ ಶೆಟ್ಟಿ ಆ ಪ್ರಕರಣದಲ್ಲಿ 1 ವರ್ಷ ಜೈಲಲ್ಲಿದ್ದರು. ನಂತರ ಕಳೆದ ವರ್ಷ ಜೈಲಿಂದ ಆಚೆ ಬಂದಿದ್ದರು. ಸೊ ಆದಿಲ್ ಜೊತೆ ಮಾತಾಡಿಕೊಂಡು ಅವರು ಅವ್ರಿಗೆ ಫಿನಿಷ್ ಮಾಡಲಿಕ್ಕೆ ಒಂದು ಸ್ಕೆಚ್ ಹಾಕ್ತಾರೆ. ಆ ಸಮಯದಲ್ಲಿ ಒಟ್ಟಾರೆ ಒಂದು 5 ಲಕ್ಷದ ಮಾತುಗಳು ಆಗ್ತದೆ. 3 ಲಕ್ಷ ಆದಿಲ್ ಇವ್ರಿಗೆ ಅಡ್ವಾನ್ಸ್ ಕೊಡ್ತಾರೆ. ನಂತರ ಇವರು ತಮ್ಮ ಟೀಮ್ ಫಾರ್ಮೇಷನ್ ಸ್ಟಾರ್ಟ್ ಮಾಡ್ತಾರೆ. ಅದರಲ್ಲಿ ಮುಖ್ಯವಾಗಿ ಅಬ್ದುಲ್ ಸಫ್ವಾನ್, ಮೊಹಮ್ಮದ್ ನಿಯಾಜ್, ಮೊಹಮ್ಮದ್ ಮುಜಾಮಿಲ್ ಮತ್ತು ಕಲಂದರ್ ಶಫಿ ಮತ್ತು ನಿಯಾಜ್ದು ಇಬ್ಬರು ಸ್ನೇಹಿತರುಗಳು ಕಲಸ ಚಿಕ್ಕಮಗಳೂರಲ್ಲಿ ವಾಸ ಮಾಡ್ತಾಯಿದ್ರು. ರಂಜಿತ್ ಮತ್ತು ನಾಗರಾಜ್ ಅವರೇ ಕೂಡ ಅವರು ಕರೀತಾರೆ. 15 ದಿವಸ ಹಿಂದೆ ನಾಗರಾಜ್ ಮತ್ತು ರಂಜಿತ್ ಕೂಡ ಬಂದು ಸಫಾನ್ ಮನೆಯಲ್ಲಿ ವಾಸ ಮಾಡಿದ್ದಾರೆ. ನಂತರ ಇವರು ಸ್ವಲ್ಪ ಇವರಿಗೆ ಫಾಲೋಅಪ್ ಮಾಡಿದ್ದಾರೆ. ಈ ಕೃತ್ಯದಲ್ಲಿ ಅವರಿಗೆ ಮತ್ತೊಮ್ಮೆ ಸರಿ ರಿಜ್ವಾನಿಂದ ಕೂಡ ಸಹಯೋಗ ಸಿಕ್ಕಿದೆ ಮತ್ತು ಕೆಲವರು ಅವರಿಗೆ ಇನ್ಫಾರ್ಮೇಷನ್ ಕೊಟ್ಟಿದ್ದಾರೆ ಅವ್ರದ್ದು ಮೂವ್ಮೆಂಟ್ ಬಗ್ಗೆ. CCTV ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ആക്രമണത്തിന് ഉപയോഗിച്ച കത്തി ലഭിച്ചതും കൊലയാളി സംഘമെത്തിയ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തതും അന്വേഷണത്തിൽ നിർണായകമായി. കർണാടകയെ തന്നെ നടുക്കിയ കൊലപാതക കേസിൽ 4 പോലീസ് സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.